ഫസൽ ഭീമ യോജന സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണ പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം. 800 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി. കാർഷിക ഇൻഷുറൻസിന്റെ വ്യാപ്തി വൻതോതിൽ വർദ്ധിച്ചതിനെ തുടർന്നാണ് നടപടി. വ്യത്യസ്ത കാരണങ്ങളാൽ കൃഷി നശിച്ചുപോകുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് താങ്ങാകാൻ ഉദ്ദേശിച്ചാണ് ഫസൽ ഭീമ യോജന നടപ്പിലാക്കിയത്. പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണവും അടുത്ത കാലങ്ങളിൽ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഫസൽ ഭീമ ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ ലഭിക്കുന്നതിന് 800 കോടിയുടെ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫണ്ട് നടപ്പിലാക്കുന്നത്. ജനുവരി 1 ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് പദ്ധതിക്ക് അനുമതി നൽകി. साथ ही साथ एक 800 करोड़ रुपीस का फंड क्रिएट किया गया है, जो कि फंड फॉर इनोवेशन एंड टेक्नोलॉजी बेसिकली किसानों के संबंधित मामलों में टेक्नोलॉजी का उपयोग करके और स्पेशली इंश्योरेंस में, बीमा में फास्टर असेसमेंट हो. क्रॉप डैमेज अगर हुआ है, एडवर्स वेदर के कारण कोई प्रॉब्लम आई है तो उसका असेसमेंट फास्ट हो, क्लेम सेटलमेंट फास्ट हो और टेक्नोलॉजिकल ट्रूथ से डिस्प्यूट्स में कमी आए. टेक्नोलॉजिकल मेजरमेंट से डिस्प्यूट्स में कमी आए, इसको ध्यान में रखते हुए एक फंड फॉर इनोवेशन एंड टेक्नोलॉजी क्रिएट किया गया है. कवरेज बहुत ज्यादा बढ़ा है इन 10 सालों में और कवरेज को और अधिक बढ़ाने के लिए कंप्लीट डिजिटलाइजेशन. 2025 ആദ്യ ക്യാബിനറ്റ് യോഗം സമർപ്പിച്ചത് കർഷകർക്ക് വേണ്ടിയാണെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ കൂടെ പിന്തുണയോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. വടക്ക് കിഴക്കൻ മേഖലയിൽ പദ്ധതിയുടെ ചെലവിന്റെ 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും വഹിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ 50% വീതമായിരിക്കും അനുപാതം. ഇൻഷുറൻസ് പ്രീമിയം 1.5% മുതൽ 5% വരെ തുടരും. 88% ഗുണഭോക്താക്കളും ചെറുകിട കർഷകരും 57% ഫസൽ ഭീമ യോജന ഗുണഭോക്താക്കളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. നാഷണൽ ഡെസ്ക്, ജനം.